ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ളോഗ്സ് ബൈ കിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LBSലെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. LBSൽ എത്ര കോഴ്സസ് ഉണ്ടെന്നും ആ കോഴ്സസിൻ്റെ ഡ്യൂറേഷനും ഇൻറ്റേൺഷിപ്പും ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നമുക്കപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും വെരിഫിക്കേഷൻ ഡേറ്റ് വന്നപ്പോൾ കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് നമുക്ക് ട്രയൽ റാങ്ക് ലിസ്റ്റിൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കാം. എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം ഓഗസ്റ്റ് മിഡ് ആ ഒരു ഡേറ്റിലായിരിക്കും വരുന്നത്. LBSൽ അവർ കറക്റ്റായിട്ടൊരു ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. എന്തായാലും ഓഗസ്റ്റ് മിഡ് ആ ഒരു ടൈമിൽ എന്തായാലും റാങ്ക് ലിസ്റ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് നമുക്ക് LBSലെ കോഴ്സസ് നോക്കാം. LBSൽ ആകെ 19 കോഴ്സസാണ് വരുന്നത്. നമുക്കപ്പം ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് BSc നഴ്സിംഗ്, രണ്ടാമത്തത് BMLS ബാച്ചിലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസ്, മൂന്നാമത്തത് BSc പെർഫ്യൂഷൻ ടെക്നോളജി, നാലാമത്തത് ഒപ്റ്റോമെട്രി ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി, അഞ്ചാമത്തത് BPT ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ആറാമത്തത് BA SLP ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, ഏഴാമത്തത് BCVT ബാച്ചിലർ ഓഫ് കാർഡിയോ വസ്കുലർ ടെക്നോളജി, എട്ടാമത്തത് BDTT ബാച്ചിലർ ഓഫ് ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി, ഒമ്പതാമത്തത് BOT ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി, പത്താമത്തത് BMRIT ബാച്ചിലർ ഓഫ് മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, പതിനൊന്നാമത്തത് BRTT ബാച്ചിലർ ഓഫ് റേഡിയേഷൻ തെറാപ്പി ടെക്നോളജി, പന്ത്രണ്ടാമത്തത് ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി, പതിമൂന്നാമത്തത് BSc NMT ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പതിനാലാമത്തത് BSc മെഡിക്കൽ ബയോ കെമിസ്ട്രി, പതിനഞ്ചാമത്തത് BPO ബാച്ചിലർ ഓഫ് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്, പതിനാറാമത്തത് BEMT ബാച്ചിലർ ഓഫ് എമർജൻസി മെഡിക്കൽ ടെക്നോളജിസ്റ്റ്, പതിനേഴാമത്തത് BRT ബാച്ചിലർ ഓഫ് റെസ്പിറേറ്ററി ടെക്നോളജി, പതിനെട്ടാമത്തത് BAOTT ബാച്ചിലർ ഓഫ് അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, പത്തൊമ്പതാമത്തത് BSc മെഡിക്കൽ മൈക്രോബയോളജി. ഇത്രയും കോഴ്സസാണ് LBSൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം ഡ്യൂറേഷനും ഇൻറ്റേൺഷിപ്പും നോക്കാം. ഒന്നാമത്തത് BSc നഴ്സിംഗ് 4 ഇയേഴ്സാണ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. രണ്ടാമത്തത് BMLS ബാച്ചിലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസ് 4 വർഷമാണ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. മൂന്നാമത്തത് BSc പെർഫ്യൂഷൻ ടെക്നോളജി 3 വർഷമാണ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. നാലാമത്തത് ഒപ്റ്റോമെട്രി ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി 5 വർഷമാണ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. അഞ്ചാമത്തത് BPT ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി 5 വർഷമാണ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. ആറാമത്തത് BA SLP ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി 3 വർഷമാണ് ഡ്യൂറേഷൻ, 10 മാസം ഇൻറ്റേൺഷിപ്പ്. ഏഴാമത്തത് BCVT ബാച്ചിലർ ഓഫ് കാർഡിയോ വസ്കുലർ ടെക്നോളജി 3 വർഷമാണ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. എട്ടാമത്തത് BDTT ബാച്ചിലർ ഓഫ് ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി 4 വർഷമാണ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. ഒമ്പതാമത്തത് BOT ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി 5 വർഷമാണ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. പത്താമത്തത് BMRIT ബാച്ചിലർ ഓഫ് മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി 4 വർഷമാണ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. പതിനൊന്നാമത്തത് BRTT ബാച്ചിലർ ഓഫ് റേഡിയേഷൻ തെറാപ്പി ടെക്നോളജി 4 വർഷമാണ് ഡ്യൂറേഷൻ, 6 മാസം ഇൻറ്റേൺഷിപ്പ്. പന്ത്രണ്ടാമത്തത് ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി 3 വർഷമാണ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. പതിമൂന്നാമത്തത് BSc NMT ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി 4 വർഷമാണ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പ്. പതിനാലാമത്തത് BSc മെഡിക്കൽ ബയോ കെമിസ്ട്രി 4 വർഷമാണ് ഡ്യൂറേഷൻ, അതിന് ഇൻറ്റേൺഷിപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. പതിനഞ്ചാമത്തത് BPO ബാച്ചിലർ ഓഫ് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് 4 വർഷമാണ് ഡ്യൂറേഷൻ, 6 മാസം ഇൻറ്റേൺഷിപ്പും. പതിനാറാമത്തത് BEMT ബാച്ചിലർ ഓഫ് എമർജൻസി മെഡിക്കൽ ടെക്നോളജിസ്റ്റ് 4 വർഷമാണ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പും. പതിനേഴാമത്തത് BRT ബാച്ചിലർ ഓഫ് റെസ്പിറേറ്ററി ടെക്നോളജി 4 വർഷമാണ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പും. പതിനെട്ടാമത്തത് BAOTT ബാച്ചിലർ ഓഫ് അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി 4 വർഷമാണ് ഡ്യൂറേഷൻ, 1 വർഷം ഇൻറ്റേൺഷിപ്പും. പത്തൊമ്പതാമത്തത് BSc മെഡിക്കൽ മൈക്രോബയോളജി 4 വർഷമാണ് ഡ്യൂറേഷൻ,
അതിന് ഇൻറ്റേൺഷിപ്പ് ഒന്നും പറയുന്നില്ല. LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിൽ ഇത്രയും കോഴ്സസാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ LBS ന്യൂ അപ്ഡേറ്റ്സ് വരുവാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്താൽ മതി. അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വ്ളോഗ്സ് ബൈ കിച്ചു. ഓക്കെ, ബൈ.